നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, സർക്കാരിന്റെ നടപടികളിലെതിരായ പ്രതിഷേധം, മറുവശത്ത് ഗവർണർക്കെതിരായ SFIയുടെ പ്രതിഷേധം. ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെയായി സംസ്ഥാന രാഷ്ട്രീയം കലുഷിതമാണ്. ഇന്നും തലസ്ഥാന നഗരി സംഘർഷഭരിതമായിരുന്നു. ഈ വാർത്തകളുമായാണ് ലൈവ് ന്യൂസ് നമ്മൾ തുടങ്ങുന്നത്. വിവിധ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട് റിപ്പോർട്ടുകളുമായി. ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. DGP ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ലാത്തിചാർജിൽ മാത്യു കുഴൽനാടൻ MLAയുടെ കൈക്ക് പരുക്കേറ്റു. പ്രവർത്തകർ പോലീസിനു നേരെ മുട്ടയും മുളകുപൊടിയും എറിഞ്ഞു. നവകേരള സദസ്സിന്റെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചു. നവകേരള സദസ്സിനു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാർ പോലീസ് അവർക്ക് കൂട്ടുനിന്നു എന്നാരോപിച്ചായിരുന്നു KSUവിന്റെ പ്രതിഷേധ മാർച്ച്. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് കേരളത്തിലെ പോലീസിനെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. DGP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് CPM ഏർപ്പാടാക്കിയിട്ടുള്ള, മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് വന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല, ഒറ്റയ്ക്ക് KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും നേരിടാൻ ധൈര്യമില്ല. മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ആ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും തെരഞ്ഞുപിടിച്ചാക്രമിക്കുകയും ഈ കൊട്ടേഷൻ സംഘത്തിന്, ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ DGP ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധത്തിനിടെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലെ ബാരിക്കേഡ് മറികടക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് വളഞ്ഞിട്ടടിച്ചു. നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ലാത്തിചാർജിന്റെ മറവിൽ CITU പ്രവർത്തകർ ആക്രമിച്ചെന്ന് KSU ആരോപിച്ചു. KSU പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ച 4 CITU പ്രവർത്തകർ ചികിത്സ തേടി. MG പ്രതീഷും AV ജയശങ്കറും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. MG പ്രതീഷിലേക്കാണ് ആദ്യം പോകുന്നത്. പ്രതീഷ്, വലിയ സംഘർഷങ്ങൾക്കാണ് ഇന്നും സംസ്ഥാന തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഇന്നിപ്പോൾ പോലീസ്, ഇന്നലെ വലിയ സംയമനം പാലിച്ച പോലീസ് ഇന്ന് അങ്ങനെ ആയിരുന്നില്ല, തിരിച്ചടിക്കുകയും ചെയ്തു. ലാത്തിചാർജും ജലപീരങ്കി പ്രയോഗവും നടത്തി വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതീഷ്. അസ്മിത, കഴിഞ്ഞ ദിവസമുണ്ടായ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് സമാനമായി വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു ഇന്ന് KSU DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ഉണ്ടായത്. KPCC ആസ്ഥാനത്ത് നിന്നാണ് 100ഓളം വരുന്ന പ്രവർത്തകരുമായി KSU മാർച്ച് DGP ഓഫീസിലേക്ക് നടത്തിയത്. DGP ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച ഈ മാർച്ച് പോലീസ് തടഞ്ഞു. ആദ്യഘട്ടത്തിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് വലിയ തരത്തിലൊരു പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമുണ്ടായത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയില്ല. അതിന് പിന്നാലെയാണ് പോലീസിന് നേരെ പ്രവർത്തകർ മുളക് പൊടിയും ഒപ്പം ഈ മുട്ടയും എറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പോലീസ് പ്രവർത്തകർക്കെതിരെ തിരിയുകയും പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തത്. പോലീസ് ലാത്തി വീശിയതോടുകൂടി തന്നെ 4 ദിക്കിലേക്കും പ്രവർത്തകർ ഓടി. എന്നാൽ പോലീസ് പിന്തുടർന്നെത്തി പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമീപത്തെ കടകളിലേക്കൊക്കെ തന്നെ ഈ ലാത്തി ചാർജിന് പിന്നാലെ പ്രവർത്തകർ ഓടിക്കയറിയെങ്കിലും അവിടെയൊക്കെ പോലീസ് എത്തി അവരെ ലാത്തി വീശി ഓടിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അരമണിക്കൂറോളം DGP ഓഫീസിന് സമീപം വലിയ സംഘർഷ സാധ്യതയാണ് നിലനിന്നത്. പോലീസുകാരുടെ ദേഹത്തേക്ക് മുളക് പൊടി എറിഞ്ഞതാണ് പോലീസിനും കൂടുതൽ പ്രകോപനമുണ്ടാക്കിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് വലിയ സംയമനം പാലിച്ചിരുന്നു. എന്നാൽ മുളക് പൊടിയും ഈ ഗോലിയും പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ എറിഞ്ഞു. പോലീസിനെ എറിയാൻ ബാഗിൽ കൊണ്ടുവന്ന ഗോലിയടക്കം പോലീസ് പിടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത്. പ്രവർത്തകരെ വലിയ തരത്തിൽ ലാത്തി വീശുകയും പ്രവർത്തകർക്ക്
പരിക്കേൽക്കുന്ന ഒരു നിലയുണ്ടായി. 9ഓളം KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പിന്നീട് ജനറൽ ആശുപത്രിയിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ലാത്തി ചാർജിൽ ഈ സമയത്ത് ഉദ്ഘാടന പ്രസംഗത്തിനടക്കം എത്തിയ മാത്യു കുഴൽനാടൻ MLAക്കും പരിക്കേറ്റു. പോലീസുകാർ തന്നെ മർദ്ദിച്ചുവെന്നാരോപിച്ച് മാത്യു കുഴൽനാടനും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ സംഘർഷ മേഖലയിൽ നടത്തി. പിന്നീട് മാത്യു കുഴൽനാടന് പരിക്കേറ്റതോടുകൂടി കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ സ്ഥലത്തേക്ക് എത്തുകയും ഏറെ നേരം പ്രതിഷേധിക്കുന്ന ഒരു നിലയുമുണ്ടായി. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. കൂടുതൽ പ്രവർത്തകരെത്തിയതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം DGP ഓഫീസിന് സമീപം ഏർപ്പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത വലിയ തോതിലുണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം DGP ആസ്ഥാനത്ത് എത്തുകയും വലിയ തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നീട് സംഘർഷത്തിലേക്ക് ആകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി വലിയ സംഘർഷാവസ്ഥ ഇന്നും തലസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും കടന്നിരിക്കുന്നു. കാരണം യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുന്നത് വലിയ മുതിർന്ന നേതാക്കളാണ്. ഇന്നലെ VD സതീശനായിരുന്നുവെങ്കിൽ ഇന്ന് മാത്യു കുഴൽനാടൻ MLA അടക്കം ഈ പ്രതിഷേധത്തിന് നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വലിയ തരത്തിലുള്ള ഒരു വാക്കേറ്റത്തിലേക്കും നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ആളുകളെ കൂട്ടി വലിയ തരത്തിൽ പ്രതിഷേധിക്കുകയും അതൊരു കലാപാഹ്വാനം സൃഷ്ടിക്കുന്നു എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും മുഖ്യമന്ത്രിയെയും ഒപ്പം DYFI പ്രവർത്തകരെയും സംരക്ഷിക്കുന്ന പോലീസിനെതിരെയുമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു വശത്ത് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇനിയും പ്രതിഷേധങ്ങളുണ്ട്. നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിൽ കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നാളെ നവകേരള സദസ്സ് വട്ടിയൂർ തലസ്ഥാന നഗരത്തിലേക്ക് കടക്കും. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഒരു തലസ്ഥാന നഗരി ഒരു സംഘർഷ ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്മിത. MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രതീഷ് തുടരുക. നമുക്ക് AV ജയശങ്കറിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഇന്ന് പ്രതിഷേധത്തിനിടെ പരുക്കുപറ്റിയ പ്രവർത്തകർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ജയശങ്കർ, അവരുടെ പരുക്കുകൾ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. ചില നേതാക്കളൊക്കെ തന്നെ അതിലുണ്ട്. അവരുടെ പരുക്കുകൾ കാര്യമായിട്ടുള്ളതാണോ? ആശുപത്രിയിൽ അവർ ചികിത്സ തേടി പുറത്തേക്ക് ഇറങ്ങിയോ? അതോ അവിടെ തുടരേണ്ട സാഹചര്യമുണ്ടോ? സ്മിത, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കൈക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അമൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകന്റെ ചെവിക്ക് ഗുരുതര പരിക്കുണ്ട്. അത്തരത്തിൽ 9ഓളം പ്രവർത്തകരാണ് നിലവിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്? വളരെ മൃഗീയമായാണ് പോലീസ് ഈ സമരത്തെ അടിച്ചമർത്തിയത്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് പോലീസ് ആക്രമണം അഴിച്ചുവിട്ടത്. ഈ അമൽ എന്ന് പറയുന്ന പ്രവർത്തകനെ MLA അടിക്കാൻ ഓങ്ങുന്നതിനിടയിൽ അടിച്ചു എന്നാണ് പറയുന്നത് നമ്മളോട്. ഇല്ല, യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. സമരം അവിടെ ചെന്ന് മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷം യാതൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഒരു പോലീസുകാരനും പരിക്കില്ല, ഒരു പൊതുമുതലും നശിക്കപ്പെട്ടിട്ടില്ല. യാതൊരുവിധ പ്രകോപനം ഉണ്ടാക്കാതെയാണ് ഇത്തരത്തിലുള്ള അക്രമം പോലീസ് അഴിച്ചുവിട്ടിരിക്കുന്നത്. സ്മിത, യാതൊരുവിധ പ്രകോപനം ഉണ്ടാക്കാതെ പോലീസ് വലിയ അതിക്രമം അഴിച്ചുവിട്ടുവെന്നാണ് KSU സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. ഇവരുടെ എല്ലാം ചികിത്സ പുരോഗമിക്കുകയാണ്. പല പ്രവർത്തകരെയും എക്സ്റേയും മറ്റും എടുക്കാറുണ്ട്. പലർക്കും കൈക്കും കാലിലുമെല്ലാമാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. എക്സ്റേയും മറ്റും എടുത്താലാണ് ഇത് ഏത് തരത്തിലാണ് ഉള്ളത് എന്നുള്ള നമുക്കറിയാൻ പറ്റുക. അമൽ എന്ന് പറയുന്ന ചെവിക്ക് പരിക്കേറ്റ പ്രവർത്തകനെ ഇവിടെ നിന്ന് നിലവിൽ SP ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാളുടെ ചെവി എക്സ്റേയും മറ്റും എടുക്കണമെന്നാണ് ഇവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ആശുപത്രിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് വലിയ രീതിയിൽ ലാത്തിചാർജ് പ്രയോഗം നടത്തിയില്ല എങ്കിൽ ഇന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകരെ പിടിച്ചുവിടാൻ ശ്രമിച്ചു. ജയശങ്കറും MG പ്രതീഷുമാണ് നമുക്ക് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഗസയിലേക്കാണ് പോകുന്നത്. ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ പൊലിഞ്ഞത് 20,000-ലേറെ ജീവനുകളാണ്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും ഖാൻ യൂണിസിലും ശക്തമായ ആക്രമണം തുടരുന്നു. വെടിനിർത്തൽ പ്രമേയം ചർച്ച ചെയ്യാനുള്ള UN രക്ഷാസമിതി യോഗം മാറ്റിവെച്ചു. ഈ ഗസയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സംഘർഷഭൂമിയായ ഗസയിൽ കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത് ഡോക്ടർ. ഇന്നലെ കോൺവോയ്ക്കൊപ്പം സഞ്ചരിക്കുന്നു, ഇന്നിപ്പോഴും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇസ്രായേലിൽ
പലരും പോയിരുന്നെങ്കിലും ഈ ഗസയിൽ ഈ ദുരന്തബാധിത പ്രദേശത്ത് അല്ലെങ്കിൽ സംഘർഷഭരിതമായ അങ്ങോട്ടേക്ക് എത്തുന്ന മലയാളികൾ അങ്ങനെ ഒരാളെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അത് ഡോക്ടർ തന്നെയാകുമെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ എന്തായാലും മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ INGOs UN കൂടെ ഞാൻ ആരെയും സാധാരണ കാണാറില്ല. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് സാധാരണ കാണാറില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ കാണാറുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ ലെബനോണിൽ നിന്നോ ഒക്കെ ഉള്ള ആൾക്കാർ ആണ് കൂടുതലായിട്ട് ടീമിലുള്ളത്. ഈ ടീമിന്റെ നമ്മളെ മെഡിക്കൽ ടീമിന്റെ മെഡിക്കൽ ഡയറക്ടറായിട്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വഴിയിൽ ഏകദേശം കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 500ഓളം വാഹനങ്ങള്, ലോറികള് ഈ പറയുന്ന ഗസയിലേക്കുള്ള ഭക്ഷണ സാധനങ്ങള്, വെള്ളം, അതുപോലെ തന്നെ മരുന്നുകള്, ടെന്റുകള്, പുതപ്പുകള് ഇതെല്ലാം വഹിച്ചുകൊണ്ടുള്ള ഏകദേശം 500ഓളം വാഹനങ്ങള് 10-20 കിലോമീറ്റർ നീളെ ഇങ്ങനെ റോഡിൽ സൈഡിലേക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് അങ്ങ് ഗസയിലേക്ക് പോകാനായിട്ട് ഇസ്രയേലി അധികൃതർ സമ്മതിക്കുന്നില്ല. ഭയങ്കരമായ ഡിലേ ആണ്. അതേസമയം ഇവിടെ ഇപ്പൊ ഗസയിൽ നോക്കുമ്പോൾ ഇവിടെ ഭക്ഷണമില്ല, വെളിച്ചമില്ല, ഈ വൈദ്യുതി ഇല്ല, വെള്ളം സപ്ലൈ വളരെ കാലമായി തന്നെ മുടങ്ങിയിരിക്കുകയാണ്, ഗ്യാസ് സപ്ലൈ തീരെയില്ല. ഈ കടകളിലൊന്നും പ്രത്യേകിച്ച് ഒരു സാധനവും കിട്ടാനില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ 1-2 വാഹനങ്ങളിൽ വരുന്ന WHO ഇല്ലെങ്കിൽ UN അധികൃതരുടെ സപ്ലൈ മാത്രമാണ് വാസ്തവത്തിലുള്ളത്. അത് അരിയും ഗോതമ്പ് മാവും ഒക്കെ മാത്രമാണ് ഉള്ളത്. വെള്ളത്തിന്റെ കാര്യം വളരെ മോശമായതുകൊണ്ട് തന്നെ ടൈഫോയിഡ്, കോളറ, വയറ്റിളക്ക രോഗങ്ങൾ വളരെയധികം സാധാരണമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മരിക്കുന്നവർ തന്നെ കൂടുതലുണ്ട്. അതുപോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗത്തിനൊക്കെ മരുന്നില്ലാതായിട്ട് നാളുകൾ ഏറെയായി. അതുകൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ കൊണ്ട് മരിക്കുന്നവര് വളരെ കൂടുതലാണ്. ഇന്നലെ ഞങ്ങള് തുടങ്ങാനിരുന്ന ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള കെട്ടിടം, അതൊരു മോസ്ക് ആയിരുന്നു. ആ മോസ്ക് ബോംബ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ആ ആശുപത്രി കെട്ടിടത്തിന്റെ പകുതിയും പൊളിഞ്ഞുപോയി. അപ്പോ ഇന്നിപ്പോ നമ്മള് പുതിയ കെട്ടിടം, ഈ ആശുപത്രി തുടങ്ങാനുള്ള പുതിയ കെട്ടിടം അന്വേഷിച്ചുള്ള ഇങ്ങനെ നടക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കെട്ടിടം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വീണ്ടും അടുത്ത ആശുപത്രി സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു പള്ളിക്ക് ചുറ്റുമായിട്ട് ഏകദേശം 6ഓളം സ്കൂളുകൾ ഉണ്ട്. ഓരോ സ്കൂളിലും ഏകദേശം 6000 മുതൽ 8000 പേരാണ് അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നത്. ഇന്നലത്തെ ബോംബിങ്ങില് വളരെയധികം ആൾക്കാർ, പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള ഒത്തിരി പേർക്ക്, 100ഓളം പേർക്ക് മരിച്ചു. ഒത്തിരി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരൊന്ന് ചികിത്സിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സംവിധാനവും ഇവിടെയില്ല. ഈ പറയുന്ന റഫ എന്ന സ്ഥലത്ത്, ഈ പറയുന്ന നോർത്ത് ഗസയിലാണ് ആദ്യമായിട്ട് ബോംബിംഗ് തുടങ്ങിയത്. അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം മിഡിൽ ഗസയിലേക്കും സൗത്ത് ഗസയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ മിഡിൽ ഗസയിലുള്ളതാണ്. മിഡിൽ ഗസയിലാണ് ഏറ്റവും കൂടുതൽ ബോംബിംഗ് നടക്കുന്നത്. അപ്പോ മിഡിൽ ഗസയിൽ നിന്നുള്ളവരും കൂടെ ഈ റഫയിലേക്ക്, ഏകദേശം ഒരു 16 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ സ്ഥലത്ത് 2.1 മില്യൺ ആൾക്കാരാണ് ഉള്ളത്. ഇവരെല്ലാം പുഴുക്കളെ പോലെ വളരെ റോഡിന്റെ 2 സൈഡിലും ടെന്റൊക്കെ അടിച്ചിട്ട് തിങ്ങി നിറഞ്ഞ് അങ്ങനെ ജീവിക്കുകയാണ്. ഇവർക്ക് പോകാനായിട്ട് ഒരു സ്ഥലവും ഇല്ല. അതിന് പുറത്താണ് ഈ ബോംബിംഗ് ഒക്കെ ഉള്ളത്. കുട്ടികളും മറുവശത്ത് ഇങ്ങനെ ബോംബാക്രമണം രൂക്ഷമാകുന്നു, മറുവശത്ത് പകർച്ചവ്യാധികളും പട്ടിണിയും അതങ്ങനെ പോകുന്നു. ഇന്നലെ UN മേധാവി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ഥിതിഗതികളിൽ ഒരു അല്പമെങ്കിലും അയവ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചികിത്സാ സഹായങ്ങൾ, അടിയന്തര സഹായം എത്തിക്കുന്നതിൽ അതിന് തടസ്സം നേരിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രശ്നം, വെല്ലുവിളി അതവിടെ നേരിടുന്നുണ്ടോ ഡോക്ടർ? ഇപ്പോൾ അവിടെ നമുക്ക് സഹായം എത്തിക്കുന്നതിൽ ഇതുപോലെയുള്ള ഈ വ്യോമാക്രമണം ഒന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അടിയന്തര വെടിനിർത്തലിനുള്ള ചർച്ചകൾ ഇപ്പോഴും നീണ്ടുപോവുകയുമാണ്. ആ ഒരു സാഹചര്യം വലിയ വെല്ലുവിളിയാകുന്നുണ്ടല്ലോ. തീർച്ചയായും ഇത് വെല്ലുവിളി. ഒരു ജനതയെ ഇങ്ങനെ ഒരു ജനോസൈഡ് ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇതിനാ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു ജനതയെ ഈ പറയുന്ന ഇതുപോലെ ഒരു വശത്ത് അവർക്ക് പോകാനായിട്ട് ഒരു സ്ഥലവും കൊടുക്കാതെ ഞെക്കി ഞെരുക്കുക. അതേസമയം ആ ഞെക്കി ഞെരുക്കുന്ന സ്ഥലത്ത് വെള്ളവും ഭക്ഷണവും
വൈദ്യുതിയും ഗ്യാസും ഒന്നും കൊടുക്കാതിരിക്കുക. മൂന്നാമത് അങ്ങനെ ഞെക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങള്, ഈ പരിക്കുകൾ ചികിത്സിക്കാൻ പറ്റാതെ ആവുക, ഈ പറയുന്ന ദൈനംദിനമായിട്ടുള്ള ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ രൂക്ഷമാവുക, ഇങ്ങനെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. ഈ മരുന്നുകൾ എത്തിക്കാത്തത് കൊണ്ടുള്ള ചികിത്സാ സഹായത്തിനപ്പുറത്തേക്ക് വെള്ളവും ഭക്ഷണവുമെങ്കിലും കുറച്ചെങ്കിലും കൊടുത്തതെങ്കിൽ ഇതൊരു സർവൈവലിന്റെ വിഷയമായിട്ട് മാത്രമേ നമ്മളിപ്പോ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു ജനതയുടെ സ്ഥലമെന്നോ അല്ലെങ്കിൽ എന്റെ നാടെന്നോ എന്നുള്ള വിഷയമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം 1 മില്യൺ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് നമ്മൾ മറുപടിയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ടതില്ല. ഡോക്ടർ, ഒരൊറ്റ ഇവർക്ക് കാര്യം കൂടി, ഈ ജീവിക്കാൻ സ്ഥിതിഗതികൾ നേരിൽ കണ്ട ഒരാളെന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ പല ഇതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഹമാസിനെതിരായ ആക്രമണങ്ങളാണ് തുടരുന്നത്, തിരിച്ചടിക്കുന്നുമുണ്ട് ഹമാസ് എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ ഒളിത്താവളങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അത് തകർക്കാനുള്ള ശ്രമം തന്നെയാണോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ആ രീതിയിലൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തത വരുന്നുണ്ടോ? സാധാരണ ഇപ്പൊ ഈ പറയുന്ന ഈ ആൾക്കാർക്കിടയിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഈ പറയുന്നത് നമ്മുടെ ഏത് ജനതയായാലും ഒക്കെ റെസിസ്റ്റ് ചെയ്യുമായിരിക്കാം. പക്ഷെ ഈ പറയുന്ന 2.1 മില്യൺ ആൾക്കാർ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ പറയുന്ന പ്രായമായ ആൾക്കാരും വികലാംഗരും ഒക്കെയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്കുള്ള അവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും വാസ്തവത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഉള്ളത്. അപ്പോ ആ ഒരു വസ്തുത കണക്കിലെടുത്തിട്ട് വേണം നമ്മള് ഇതിനകത്ത് ഹമാസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാനായിട്ട്. ഇത്രയും പേരുടെ ഒരു ജീവന്റെ ഒരു വിഷയമാകുമ്പോൾ അതിനകത്ത് കുറച്ചുപേരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാനൊന്നും ഒരിക്കലും കഴിയില്ല. ഈ ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഒന്നും അങ്ങനെ ഒരു മിലിറ്ററിക്ക് നടത്താൻ കഴിയില്ല. ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും, ഇല്ലാമായിരിക്കും. അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം ഈ പറയുന്ന ഈ 2.1 മില്യൺ ആൾക്കാര് കൂട്ടത്തോടെ മരിക്കുന്ന ഒരു ജനോസൈഡിലേക്ക് ലോകം മുഴുവൻ അവര് തള്ളി നീക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അങ്ങനെ 2.1 മില്യൺ ആൾക്കാരെ കൊല്ലാനായിട്ട് ഈ ലോകം മുഴുവൻ കൂട്ടു നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനകത്ത് ഡോക്ടർ, ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി, കോൺവോയ്ക്കൊപ്പമാണ് നീങ്ങുന്നതെങ്കിലും വലിയ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ തലചായ്ക്കാൻ ഒരു ഇടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എവിടെയാണ് തങ്ങുന്നത് ഡോക്ടർ ഈ സംഘത്തോടൊപ്പം? ഇവിടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള 2.1 മില്യൺ ആൾക്കാരുടെ ഇടയിൽ നമ്മളും കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ ഓരോ വീട്ടിനകത്ത് ഓരോ മുറിക്കകത്തും പോലും 10ഉം 12ഉം പേരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങ് നമുക്ക് കഴിയാൻ പറ്റുന്ന സ്ഥലങ്ങൾ എടുക്കുക. നമ്മൾ മിക്കവാറും ടെന്റ് നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അൺസേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന ഒരു മോസ്കിന് ബോംബ് ചെയ്തപ്പോൾ തൊട്ടടുത്താണ് ആശുപത്രി ഉള്ളത്. ആശുപത്രിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്, UN കൊടുത്തിട്ടുള്ളതാണ്. UN അത് എല്ലാ 2 സൈഡിലുമുള്ള ഹമാസിനും കൊടുക്കും, ഇസ്രയേലി ആർമിക്കും കൊടുക്കും. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ബോംബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആശുപത്രിയുടെ പകുതി ഭാഗം തകർന്നു പോയി. അപ്പൊ നമ്മൾ ഇനി അതിനകത്ത് ഈ ആശുപത്രിയിലൊക്കെ ഇമ്മ്യൂൺ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഏത് സ്ഥലമാണ് സുരക്ഷിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായ സ്ഥലങ്ങളൊന്നും വാസ്തവത്തിലില്ല. അപ്പൊ ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളിൽ ദിവസവും കഴിയുക എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ സഹായിക്കാൻ വരുമ്പോ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ അല്ല. കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രം. അതിനപ്പുറത്തേക്ക് ഈ ജനതയുടെ ദുരിതം കണ്ടുകൊണ്ട് അവർക്കൊരു എന്താ പറയാ ഒരു അറ്റ്ലീസ്റ്റ് അവർ കൂടെ നിൽക്കുവാനായിട്ട് പുറത്തുനിന്ന് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് അവർക്ക് കരുതാൻ പറ്റി കഴിഞ്ഞാൽ
അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് ഞാൻ കരുതുന്നത്. ശരിയാണ് ഡോക്ടർ. ഈ അവസരത്തിൽ വാക്കുകൾ കൊണ്ട് സ്റ്റേ സേഫ് എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല എന്നറിയാം. എങ്കിലും സുരക്ഷിതനായിരിക്കുക എന്ന് അങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വരുന്നു. അറിയാം അവിടെ വലിയ വെല്ലുവിളി ഉണ്ടെന്നറിയാം. പക്ഷേ ഏതായാലും അവർക്കൊപ്പം നിൽക്കാനുള്ള ഈ സന്മനസ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു ഡോക്ടർ. തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ഗസയിൽ നിന്ന് കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാറാണ് ചേർന്നത്. നിരപരാധികളായ കുറേ മനുഷ്യർ അവരെ ഓരോ ദിവസവും മരിച്ചു വീഴുന്നു. വലിയ ദുരിതമാണ്. പകർച്ചവ്യാധികൾ കൂടുന്നു, പട്ടിണി വ്യാപിക്കുന്നു. നമ്മളിവിടെ സകല സൗകര്യങ്ങളിലും സുരക്ഷിതത്വത്തിലും ജീവിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നൂറായിരങ്ങൾ കഷ്ടപ്പെടുകയാണ്, ദുരിതത്തിലാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത പ്രതിനിധികളെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ SFI. പത്മശ്രീ ജേതാവായ ബാലൻ പൂതേരി ഉൾപ്പെടെ 6 പേരെ പ്രവർത്തകർ തടഞ്ഞു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു SFIയുടെ പ്രതിഷേധം. സർവകലാശാല സെനറ്റ് യോഗം RSS ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം E. അഫ്സൽ പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, വലിയ പ്രതിഷേധം തന്നെ അത് ആ രീതിയിൽ തന്നെ തുടരാനാണ് SFIയുടെ ഒരു തീരുമാനം. ഇന്നിപ്പോൾ സെനറ്റ് യോഗത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പ്രതിനിധികളെ തടയുന്നു. ഉച്ചത്തിൽ മുദ്രാവാക്യം അതങ്ങനെ പ്രതിഷേധം കനപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ആ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചിരിക്കുന്നു അല്ലേ? സ്മിത, കേരളത്തിലെ സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്നൊരു ആരോപണമുയർത്തിയാണ് SFI ഗവർണർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ അത്തരത്തിലുള്ള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നും സമാന രീതിയിലായിരുന്നു. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് യോഗം ചേരുകയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സെനറ്റ് യോഗം. 8 മണിയോടുകൂടി തന്നെ പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 അംഗങ്ങളും, അതായത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത് 8 അംഗങ്ങളും സർവകലാശാല സെനറ്റ് ഹൗസിന് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇവരെ അകത്തേക്ക് കയറ്റിവിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു SFI പ്രവർത്തകർ. അവർ നേരത്തെ തന്നെ ഈ സെനറ്റ് ഹൗസിൻ്റെ 2 വാതിലുകൾക്ക് മുന്നിലും നിരവധി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഗേറ്റിന് മുന്നിൽ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന നേതാക്കളും ഈ സെനറ്റ് അംഗങ്ങളെ അകത്തേക്ക് കയറ്റിവിടുന്നതുമായി ബന്ധപ്പെട്ട തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് എത്തി അനുനയ നീക്കം നടത്തിയെങ്കിലും പക്ഷേ അതിനൊന്നും ഈ SFIയുടെ പ്രവർത്തകർ വഴങ്ങിയില്ല. ഒരു കാരണവശാലും ഇവരെ അകത്തേക്ക് കയറ്റിവിടില്ല എന്ന നിലപാടെടുത്തു. മാത്രമല്ല ഈ MSFൻ്റെയും ASUവിൻ്റെയും ഒക്കെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങളെ അവരെ പോലും പേരും കോളേജും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് SFIയുടെ പ്രവർത്തകർ അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിൽ സെനറ്റ് ഹാളിൽ പ്രവേശിച്ച സെനറ്റ് അംഗങ്ങൾ, ഇടതംഗങ്ങളും UDFൻ്റെ അംഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വൈസ് ചാൻസലർ ഉൾപ്പെടെ മർദ്ദിക്കാൻ UDF അംഗങ്ങൾ ശ്രമം നടത്തിയെന്നൊരു ആരോപണവും ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് സംഘർഷഭരിതമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല എന്ന് അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി ചേർന്നത്. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെയാണ് SFI തടഞ്ഞത്. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ SFI തടഞ്ഞത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഗവർണർ. ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചിലാണ് വിഷയം ഉന്നയിക്കുക. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത്. ആ അംഗങ്ങളെയാണിപ്പോൾ SFI തടഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് കോടതിയെ സമീപിക്കാനായിരുന്നു ഗവർണറുടെ അഭിഭാഷകൻ ശ്രമിച്ചത്. പക്ഷേ ഇന്ന് കോടതി ആ സമയമാകുമ്പോഴേക്കും പിരിഞ്ഞിരുന്നു. തുടർന്നാണ് നാളെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചത്. നാളെ കോടതി ചേരുന്ന സമയത്ത് ഇത് സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഗവർണർ ഈ സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്തത്. അവരെയാണ് തടഞ്ഞത്. അത് കോടതിയലക്ഷ്യ നടപടിയായി കണക്കാക്കണം എന്നുള്ളതാണ് അഭിഭാഷകന്റെ ആവശ്യം. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നീക്കം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ വിഷയം ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാനാണ്, ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് താൻ സെനറ്റ് മെമ്പേഴ്സിനെ, സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത്. ആ സെനറ്റ് അംഗങ്ങളെയാണ് ഇപ്പോൾ SFI തടഞ്ഞത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെയും നിയമിക്കുന്ന സമിതിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്ര നിയമ മന്ത്രിയെ ഉൾപ്പെടുത്തുന്ന ബില്ല് ലോക്സഭ പാസാക്കിയിരിക്കുന്നു. സുപ്രീംകോടതി വിധി മറികടക്കുന്ന ബില്ല് നേരത്തെ രാജ്യസഭ പാസാക്കിയിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി.
ആർക്കെ വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഇങ്ങനെ നടക്കുകയാണ്. ഒരു വശത്ത് എംപിമാരുടെ സസ്പെൻഷൻ, ആ രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ സുപ്രധാനമായ ഒരു ബില്ല് കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ, വലിയ ഉദ്യോഗസ്ഥരെ തന്നെ തെരഞ്ഞെടുക്കുന്ന ആ ബില്ലാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു നീക്കമാണ് നടന്നിട്ടുള്ളത്, അല്ലേ? സുപ്രീം കോടതി മാർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനനുസരിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട ഒരു സമിതിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമനം നടത്തേണ്ടത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിട്ട് നിലവിൽ സൂചിപ്പിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സാധുത അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിലൊക്കെ എത്തിയിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സുതാര്യമായിട്ടുള്ള നിയമനം എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ നിർദ്ദേശം വന്നത്. പക്ഷേ അതിനെ മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ നിയമനിർമ്മാണത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഈ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി, അത് ആരാണ് എന്നുള്ളത് പ്രധാനമന്ത്രി തീരുമാനിക്കും. അങ്ങനെയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭ അത് പാസ്സാക്കിയിരുന്നു. ഇന്ന് വളരെ വേഗത്തിൽ ഈ വിഷയം, ഈ ബില്ല് പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ എംപിമാർ അവരാരും സഭയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ സസ്പെൻഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ നിര ശുഷ്കമായിരുന്നു. ട്രഷറി ബെഞ്ചായിരുന്നു പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ ഒരു ചെറിയ ചർച്ച നടത്തി ഈ ബില്ല് വളരെ വേഗത്തിൽ പാസ്സാക്കുന്ന ഒരു നടപടി ആണ് ഉണ്ടായത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതോടുകൂടി മറികടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇത് രാഷ്ട്രപതി ഒപ്പിടണം, മറ്റ് സാങ്കേതികമായിട്ടുള്ള നടപടികളൊക്കെ നടത്തി വേണം ഇത് വിജ്ഞാപനം ചെയ്യാൻ. ആ ഘട്ടത്തിലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നതും നിയമ സാധുത ലഭിക്കുകയും ചെയ്യുന്നത്. സ്മിത. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനായി സഞ്ജയ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ അധ്യക്ഷനും BJP എംപിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ പിന്തുണയുള്ളയാളാണ് സഞ്ജയ് കുമാർ. കഴിഞ്ഞ മെയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ബ്രിജ്ഭൂഷണെതിരെ പീഡന പരാതി ഉന്നയിച്ച് ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചത് ഫെഡറേഷനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോൾ ഈ ബ്രിജ്ഭൂഷന്റെ അടുത്തയാൾ തന്നെ ഇങ്ങനെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ഗുസ്തി താരങ്ങൾക്കുണ്ടായ പരാതികൾ, പ്രതിഷേധങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? സ്മിത, ഈ ഗുസ്തി താരങ്ങളുടെ ആരോപണത്തെ തുടർന്നാണ് ബ്രിജ്ഭൂഷൺ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നെങ്കിലും അതിൽ പല കാലതാമസങ്ങൾ നേരിട്ടു. ഒടുവിൽ ഈ ഗുസ്തി ഫെഡറേഷനെ പിരിച്ചുവിടുന്ന നടപടി സ്വീകരിക്കുമെന്ന് ലോക ഗുസ്തി ഫെഡറേഷന്റെ ഒരു അറിയിപ്പ് കൂടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അടിയന്തരമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡേറ്റിലേക്ക് കടക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബ്രിജ്ഭൂഷന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിരുന്ന സഞ്ജയ് കുമാറാണ് വിജയിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് അംഗങ്ങളായിട്ട് ഇതിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രധാനമായും നടന്നത് പ്രസിഡന്റ് സ്ഥാനമൊഴികെയുള്ള സീനിയർ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ സീനിയർ വൈസ് പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി ജനറൽ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിങ്ങനെ 15 സ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇതിൽ ഈ ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ബ്രിജ്ഭൂഷന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിക്ക് പകരമായി മത്സരിച്ചത്, എതിരായി മത്സരിച്ചത് മുൻ ഗുസ്തി താരം അനിത ഷിയോറയാണ്. അവരിപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 4 മണിക്ക് ഗുസ്തി താരങ്ങൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരുടെ കൂടുതൽ തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളും ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ജി ജയചന്ദ്രനാണ് ശിക്ഷ വിധിച്ചത്. മന്ത്രിയുടെ ഭാര്യ വിശാലാക്ഷിയും 50 ലക്ഷം രൂപ പിഴയടയ്ക്കണം. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ 30 ദിവസത്തെ സാവകാശം കെ പൊന്മുടിക്ക് നൽകിയിട്ടുണ്ട്. വിധിക്ക് പിന്നാലെ പൊന്മുടിയെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റി. മന്ത്രി RS രാജാ കണ്ണപ്പന് പകരം ചുമതല നൽകാൻ ഗവർണർ RN രവി അനുമതി നൽകി. ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ കെ പൊന്മുടി നിയമസഭാംഗത്വവും നഷ്ടമാകും. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വലിയ തിരിച്ചടിയാണ് പൊന്മുടിക്കും DMK-ക്കും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 1 മാസത്തിനകം തന്നെ കൃത്യമായ കാര്യങ്ങൾ അത് സുപ്രീം കോടതിയെ സമീപിക്കണമെങ്കിൽ ആ രീതിയിൽ പോകാം. അല്ലെങ്കിൽ 1 മാസം തികയുമ്പോൾ വീണ്ടും വിചാരണ കോടതിയിൽ എത്തണം, അല്ലേ?
സ്മിത, ഒരു മാസത്തെ ഒരു 30 ദിവസത്തെ ഒരു സാവകാശം, അത് മന്ത്രി എന്ന നിലയിലും ഒപ്പം തന്നെ ആരോഗ്യ കാരണങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ആ 30 ദിവസത്തെ ഒരു സാവകാശം ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അത് 21-ാം തീയതി, ജനുവരി 21-ാം തീയതിക്കുള്ളിൽ വിചാരണ കോടതിയിൽ ഹാജരാകണം, സറണ്ടർ ആവണം എന്നുള്ളതാണ് വിധിയിൽ പറയുന്നത്. അതല്ലെങ്കിൽ 22-ാം തീയതിക്കുള്ളിൽ 21-ാം തീയതിക്കുള്ളിൽ ഹാജരായില്ലെങ്കിൽ കോടതി മറ്റ് നടപടികളുമായി, അതായത് വാറന്റ് ഇഷ്യൂവിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമായി കോടതി മുൻപോട്ട് പോകണം, വിചാരണ കോടതി മുൻപോട്ട് പോകണം എന്നുള്ളതാണ് വിധിയിൽ പറയുന്നത്. എന്തായാലും ഒരു മാസത്തെ സാവകാശമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് DMK അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ തോതിലുള്ള തിരിച്ചടിയാണ് DMKക്ക്. കാരണം സെന്തിൽ ബാലാജിക്ക് പിന്നാലെ മറ്റൊരു മന്ത്രി കൂടി ഇത്തരത്തിലൊരു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആ രീതിയിൽ എന്തായാലും DMKയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ. പക്ഷേ DMK പറയുന്നത് താൽക്കാലിക തിരിച്ചടി മാത്രമാണ്. എന്തായാലും സുപ്രീം കോടതിയിൽ പോകുകയും അത് അവിടെ നിന്നും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് DMKയിൽ നിന്നും അറിയിക്കുന്നത്. എന്തായാലും മന്ത്രി എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ പദം അല്ലെങ്കിൽ ആ വകുപ്പുകൾ എന്തായാലും മാറ്റി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അത് NR രാജാകണ്ണപ്പനാണ്, RS രാജാകണ്ണപ്പനാണ് ഇപ്പോൾ ചുമതല നൽകിയത്. പിന്നാക്ക വികസന ക്ഷേമ മന്ത്രിയാണ് രാജാകണ്ണപ്പൻ, അദ്ദേഹത്തിനാണ് ഇപ്പോൾ മാറ്റി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് മുഖ്യമന്ത്രി നൽകുകയും അതിന് ഗവർണർ RN രവി അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള തിരിച്ചടി തന്നെ DMKയെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം 2016-ലാണ്, അതായത് 2006-11 കാലഘട്ടത്തിൽ മന്ത്രിയായിരിക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. 2016-ൽ ഈ കേസ് വിചാരണ കോടതി എത്തുമ്പോൾ ഇവരെ രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിനെതിരെ 2017-ൽ വിജിലൻസ് നൽകിയ ഹർജിയിലാണ് എന്തായാലും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുന്നത്. DMK മന്ത്രിസഭയിൽ ഒരു മന്ത്രി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഒരു 30 ദിവസത്തെ സാവകാശമുണ്ട്. ആ സാവകാശത്തിനിടയിൽ എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് DMK അറിയിക്കുന്നത്. സ്മിത, ശരി. മന്ത്രി പൊന്മുടിക്ക് തിരിച്ചടിയായി മദ്രാസ് ഹൈക്കോടതിയുടെ വിധി എത്തിയിരിക്കുന്നു. ഒരു മാസത്തിനകം സുപ്രീം കോടതി ഈ വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ പൊന്മുടിയുടെ നിയമസഭാംഗത്വവും നഷ്ടമാകും. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം ചിറയിൻകീഴിൽ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ മാതാവ് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. 8 വയസ്സുകാരിയായ അനുഷ്കയാണ് മരിച്ചത്. മാതാവ് മിനി ചിറയിൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അഖിൽഷ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽഷ, എന്താണ് സംഭവിച്ചത്? സ്മിത, ചിറയൻകീഴ് ചിലമ്പിൽ സ്വദേശിയാണ് ഈ മരിച്ച അനുഷ്ക എന്ന് പറയുന്ന 8 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ കുട്ടി. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ്, ഈ മാസം 19-നാണ് ഇത്തരത്തിൽ അമ്മ ഈ കുട്ടിയെ കിണറ്റിലേക്ക് തള്ളിയിടുകയും കൊലപ്പെടുത്തുകയും പിന്നാലെ ഈ നാട് വിടുകയും ചെയ്യുന്നത്. 2 ദിവസം ഈ സ്ത്രീ, മിനി എന്ന് പറയുന്ന അമ്മയായ സ്ത്രീ, ഒളിവിലായിരുന്നു. പിന്നാലെ ഇന്ന് ഉച്ച കഴിഞ്ഞതോടെയാണ് തിരുവനന്തപുരം ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ മിനി എത്തുകയും ഇത്തരത്തിൽ താനാണ് ഈ കുട്ടിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നത്. ഇതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും അതുപോലെ തന്നെ ഈ മാതാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമാകും ഇത്തരത്തിൽ എന്ത് കാരണത്താലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് മാതാവിനെ എത്തിച്ചതെന്നുള്ള കാര്യവും നമുക്ക് വിശദമാക്കാൻ സാധിക്കും. എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും ഈ കിണറ്റിൽ തന്നെ തുടരുകയാണ്. ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പോലീസ് സംഘവും എത്തിയതിന് ശേഷമാകും ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുക. എന്തായാലും 2 ദിവസം മുൻപാണ് തിരുവനന്തപുരം ചിറയൻകീഴ് ചിലമ്പിൽ സ്വദേശിയായ പെൺകുട്ടിയെ മാതാവ് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ശരി, അഖിൽഷ അൻസാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മാതാവ് പറയുന്നത്. ഭിന്നശേഷിക്കാരിയായ മകളെ മാതാവ് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. 8 വയസ്സുകാരിയായ അനുഷ്കയാണ് മരിച്ചത്. ഇതിനുശേഷം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ മാതാവ് കീഴടങ്ങിയപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. അഖിൽഷ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അധികം താമസിയാതെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ 3 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഇരുസഭകളിലുമായി നടപടി നേരിടുന്ന MP-മാരുടെ എണ്ണം 146 ആയിരിക്കുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. 3 പേരെ കൂടി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴെന്താണ് ഇന്നത്തെ ഒരു പ്രതിഷേധം? ഏത് രീതിയിലായിരുന്നു? ബില്ലുകൾ ഒരു വശത്തുകൂടെ പാസ്സാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ആർക്കെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കരുത്, ഈ നിർദ്ദേശം അത് ലംഘിച്ചു എന്നുള്ളതാണ് ഈ 3 പേർക്കെതിരെയുള്ള നടപടിയുടെ കാരണമായിട്ടുള്ളത്. DK സുരേഷ്, ദീപക് ബാലി, നാക്കുൽ നാഥ്
എന്നീ 3 എംപിമാർക്ക് എതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നിര എല്ലാ അംഗങ്ങളും സസ്പെൻഷൻ വരിക്കണം എന്ന വിധത്തിലേക്ക് തീരുമാനം കൈക്കൊണ്ടിരുന്നു. നാളെയാണ് സമ്മേളന നടപടികൾ അവസാനിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് ഇന്ന് പ്രതിഷേധം നടത്താൻ ചുമതലപ്പെട്ട എംപിമാർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 3 പേരും ഈ സമ്മേളനം അവസാനിക്കുന്ന കാലം വരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്പീക്കർ. ഇതിൽ നടുത്തളത്തിലിറങ്ങിയത് സഭാ നടപടികളുടെ അഥവാ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ലോക്സഭയിൽ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിലുള്ള ബില്ലുകൾ അത് പാസ്സാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിൽ സുപ്രധാനമായിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ 3 ബില്ലുകൾ അത് അവതരിപ്പിക്കുകയാണ്. CRPCക്കും CPCക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ടുള്ള ബില്ലുകളാണ് ഇപ്പോൾ രാജ്യസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ ലോ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ലോക്സഭയിൽ ഇത് പാസ്സായതാണ്. ഇപ്പോൾ രാജ്യസഭയിൽ അത് പാസ്സാക്കിയെടുക്കാൻ അധിക താമസം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. രാജ്യസഭയിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇത് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ അത് വരുന്നുണ്ടോ, അതോ പഴയ രീതിയിലുള്ളൊരു പ്രതിഷേധം അത് തന്നെ തുടരുകയാണോ ചെയ്യുന്നത്? ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ആ പർട്ടിക്കുലർ ബില്ലുകൾ അതിനെതിരായ പ്രതിഷേധവും ഉണ്ടോ ഇപ്പോൾ? ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറഞ്ഞത് CPCയും IPCയും ഒപ്പം എവിഡൻസ് ആക്റ്റും കാലോചിതമായിട്ട് പരിഷ്കരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അവ തന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ട് കൂടുതൽ കർശനങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുകയാണ്, മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഇതിന് സമാനമാകുന്ന വിധത്തിൽ ചില ആക്ഷേപങ്ങൾ ഇന്ന് സഭയിൽ ഈ ബില്ല് അമിത്ഷാ അവതരിപ്പിച്ചതിന് തുടർച്ചയായിട്ട് തന്നെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളുടെ എല്ലാവരും ഉണ്ടാകുന്ന ഒരു വേളയിൽ വേണം ഇത്തരത്തിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല് ചർച്ച ചെയ്യാനായിട്ട്. അഥവാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ചർച്ച ചെയ്താൽ അത് ഉചിതമായിട്ടുള്ള ജനാധിപത്യ താല്പര്യമാകില്ല എന്ന വിശദീകരണമായിരുന്നു ഈ പ്രതിപക്ഷ അംഗങ്ങൾ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിയത്. പക്ഷേ അതിനെ സർക്കാർ അംഗീകരിച്ചില്ല. തുടർന്ന് ചർച്ചകളിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ ഈ ചർച്ച പൂർത്തിയാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുകയും തുടർച്ചയായിട്ട് വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. സ്മിത പറഞ്ഞതുപോലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിന് പാസ്സാകുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ആശങ്കയില്ല. ഈ 3 ബില്ലുകളും പാസ്സാകാനായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന 3 ബില്ലുകൾ രാജ്യസഭയുടെ പരിഗണനയിലാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പരിഗണിക്കാതെയാണ് ഈ ബില്ലുകൾ ചർച്ചയ്ക്കെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ആരംഭിച്ചു. 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ പരാജയത്തിന്റെ കാരണങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ യോഗത്തിന്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളിലുണ്ടായ പരാജയം, അതിന്റെ കാരണം എന്താകും, അതുപോലെ 2024 തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ പോകണം, ഇന്ത്യ മുന്നണിയിലെ ആ ഒരു പങ്കാളിത്തം, അതൊക്കെ തന്നെ ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം. അത് തുടങ്ങിക്കഴിഞ്ഞോ ചർച്ച? ആരെല്ലാമുണ്ട്? സ്മിത, യോഗം ആരംഭിച്ചിട്ടുണ്ട്. AICC ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. തെലങ്കാന ഒഴികെയുള്ള മറ്റ് 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വലിയ തരത്തിലൊരു പരാജയം നേരിട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ BJPക്കെതിരെയുള്ള ഒരു ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രത്യേകം അതോടൊപ്പം തന്നെ സ്ഥിരം ക്ഷണിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 3 മണിക്കൂർ നേരം ഈ യോഗം നീളുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിലെ യോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തത് ഒന്ന് സംസ്ഥാനങ്ങൾ അടിസ്ഥാനത്തിലുള്ള ഒരു സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യ യോഗം വിലയിരുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യും. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നയിക്കുന്ന 2ാം ഘട്ട ഭാരത് ജോഡോ യാത്രയുടെ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്കൊപ്പം തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങളും ഇന്നത്തെ യോഗത്തിൽ ആവിഷ്കരിക്കും. ശരി, AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങിയിരിക്കുന്നു. 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിന്റെ കാരണങ്ങളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത തിരുവനന്തപുരം വെഞ്ഞാറമൂട് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷൻ അകത്തുകയറി മർദ്ദിക്കുകയായിരുന്നു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷൻ അകത്തു കയറി മർദ്ദിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്, നവകേരള സദസ്സ് പോകുന്ന വഴിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ. യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കുന്നു. പലപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഈ പ്രതിഷേധങ്ങൾക്കിടെ സംഘർഷമുണ്ടാകുന്നു. അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇപ്പോഴുണ്ടായിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സ്റ്റേഷനകത്ത് കയറിയാണ് മർദ്ദിച്ചത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഈ പോലീസ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നവർ അവിടെ അങ്ങനെ സ്റ്റേഷനകത്തേക്ക് കയറി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം അതെങ്ങനെ സാധിച്ചു? എന്താണ് സംഭവിച്ചത്? ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ നവകേരള സദസ്സ് കഴിഞ്ഞു വരുന്ന വഴിക്ക് പ്രതിഷേധത്തിനായി കാത്തുനിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് വന്നത്. ഈ കരുതൽ തടങ്കലിന് വേണ്ടി, അതായത് ഈ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ വേണ്ടി ഈ കരുതൽ തടങ്കലായി കുറച്ച് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ പ്രതിഷേധമായി കുറച്ച് പ്രവർത്തകർ കൂടി ഈ കോൺഗ്രസ് പ്രാദേശിക നേതാവ് നെല്ലനാട് ഹരിയുടെ നേതൃത്വത്തിലുള്ള കുറച്ച് പ്രവർത്തകർ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇത് വെഞ്ഞാറമൂടാണ് സംഭവം. കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷമുണ്ടായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ. അവിടെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷനകത്ത് കയറി മർദ്ദിക്കുകയായിരുന്നു.